സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നത് പച്ചയായ സത്യമാണ്. വീട്ടിലും നാട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും ജോലി സ്ഥലങ്ങളിലും എല്ലായിടത്തും ഈ വേർതിരിവ് പലപ്പോഴും പ്രകടവുമാണ്. ചീഫ് സെക്രട്ടറി പോലും നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിട്ട നാട്. എന്നാൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ടത് 2 ജീവനക്കാരാണ്. ആലപ്പുഴ കളക്ടറേറ്റിലെ ജീവനക്കാർ ജാതീയ വിവേചനം നേരിട്ടുന്ന കേസിൽ മേലുദ്യോഗസ്ഥയെക്കുറിച്ച് ഗുരുതരമായ വിവരങ്ങളാണ് എഫ്ഐആറിലുള്ളത്. ഹുസൂർ ശിരസ്തദാർ പ്രീത പ്രതാപിനെതിരെയാണ് ജീവനക്കാരൻ്റെ മൊഴി. പ്രത്യേക ഹാജർ പുസ്തകം സംബന്ധിച്ച ചോദ്യത്തിന് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതിയെന്ന് പ്രീത മറുപടി നൽകിയതായും എഫ്ഐആറിലുണ്ട്. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നമ്മുടെ അതായത് 2025 ആകുമ്പോഴും നമ്മുടെ നാട്ടിൽ ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ ആളുകൾ വിവേചനം നേരിടുന്നു, അധിക്ഷേപം നേരിടുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പുറത്തു വരുന്നതാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ സംഭവിച്ച 2 ജീവനക്കാർ നേരിട്ട ജാതീയമായിട്ടുള്ള അധിക്ഷേപം. അതായത് പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതി എന്ന രീതിയിൽ ഒരു മേലുദ്യോഗസ്ഥ 2 കീഴ് ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നീട് തുടർച്ചയായി ജാതിയുമായി വിവേചനം നേരിടുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിനെതിരെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ശാരദാ മുരളീധരൻ്റെ വിഷയത്തിൽ പലയിടങ്ങളിലും അവരെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കളക്ടറേറ്റിൽ 2 കീഴ് ജീവനക്കാർ ജാതീയമായി അധിക്ഷേപം നേരിടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ മേലുദ്യോഗസ്ഥർക്ക് ഈ വിവരം പുറത്തു വന്ന ശേഷം നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് ശരണ്യ? ടോം, തീർച്ചയായും നമുക്ക് ഇപ്പോൾ ശാരദാ മുരളീധരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ആലപ്പുഴ കളക്ടറേറ്റിലെ 2 സാധാരണ ജീവനക്കാർ, അതായത് ഓഫീസ് അറ്റൻഡർമാരായി എത്തി പിന്നീട് ചൌക്കീദാർമാരായി ജോലി ചെയ്യുന്ന 2 സാധാരണ ജീവനക്കാർക്ക് വിവേചനം നേരിടേണ്ടി വന്നത്. ഈ സംഭവത്തിന്മേലാണ് ഇപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത്. ആ എഫ്ഐആർ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹുസൂർ ശിരസ്ദാർ അവരുടെ മേലുദ്യോഗസ്ഥയായ ഹുസൂർ ശിരസ്ദാർ ഇവരോട് ജാതീയമായ വിവേചനം നടത്തിയെന്നുള്ള ആരോപണമാണ് എഫ്ഐആറിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ സംഭവങ്ങൾക്ക് അടിസ്ഥാനമായ കാര്യം കഴിഞ്ഞ 1 മാസം മുമ്പാണ് സംഭവിക്കുന്നത്. അതായത് ആലപ്പുഴ കളക്ടറേറ്റ് ജനുവരി മുതൽ പുതിയ അറ്റൻഡൻസ് രജിസ്റ്റർ ഈ 2 ജീവനക്കാർക്കായി വെച്ചു എന്നുള്ളതാണ്. ഇവരെ റവന്യൂ വിഭാഗത്തിന്റെ കീഴിൽ റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം ഒപ്പ് നൽകി രേഖപ്പെടുത്തിയിരുന്ന ഹാജർ പുസ്തകത്തിൽ ഒപ്പ് രേഖപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥരാണ്. എന്നാൽ അതിനുശേഷം ഈ ജനുവരിയോടുകൂടി അവരെ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ തസ്തികയിൽ ലിസ്റ്റിൽ അവരുടെ ഹാജർ ബുക്കിലേക്ക് ഇവരിൽ നിന്നും ഈ ലിസ്റ്റിൽ നിന്നും അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഈ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഏറ്റവും ഈ പേരിന്റെ പട്ടികയുടെ ഏറ്റവും ഒടുവിലായി ഇവരുടെ പേര് സ്ഥാപിക്കുന്നു. തുടർന്ന് അവർ ചോദ്യം ചെയ്തുകൊണ്ട് ഹുസൂർ ശിരസ്ദാറെ സമീപിക്കുന്നു. എന്നാൽ അങ്ങനെ സമീപിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഒരു പടി കൂടി കടന്ന് ഇവർക്ക് 2 പേർക്കും വേണ്ടി പ്രത്യേകം അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ വിഷയം. തുടർന്ന് ആലപ്പുഴ കളക്ടറേറ്റിലെ ജീവനക്കാരനായ രഞ്ജിത്തും ഒപ്പം തന്നെ രഘുനാഥും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് രഞ്ജിത്തിന്റെ ഭാര്യ പരാതി നൽകുന്നു. ഒപ്പം തന്നെ ഇതിനകത്ത് പട്ടിക SC കമ്മീഷനും ഇവർ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം ഇവിടെ റവന്യൂ വകുപ്പിൽ നിന്നും ഇത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ലാൻഡ് അക്വസിഷന്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഈ സംഭവത്തിനകത്തേക്ക് നയിച്ച കാര്യത്തിനകത്ത് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നതിൽ ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിന് ഇങ്ങനെ തങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റൊരു അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് ഈ ഉദ്യോഗസ്ഥർ ചോദിച്ച ഘട്ടത്തിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഇത് മതി എന്ന് ഈ ഹുസൂർ ശിരസ്ദാറായ പ്രീത പ്രതാപൻ പറഞ്ഞു എന്നുള്ള വിവരമാണ്
അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ടോം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്റ്റാഫ് കൗൺസിലിന്റെ സെക്രട്ടറിയായി ഈ ഉദ്യോഗസ്ഥൻ, അതായത് പരാതിക്കാരനായ ഉദ്യോഗസ്ഥനെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും കീഴ് ജീവനക്കാരിൽ ഒരാളാണെങ്കിൽ പോലും ഇയാൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. 3 തവണ സർക്കാരിന്റെ ഗുഡ് സർവീസ് എൻട്രി നേടിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു നല്ല സർവീസ് റെക്കോർഡുള്ള, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഉള്ള ഒരാൾ പിന്നീട് റവന്യൂ കലോത്സവത്തിൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ കവിതയ്ക്കും ഒപ്പം തന്നെ കഥാരചനയ്ക്കും ഇയാൾക്ക് 1ാം സ്ഥാനം ലഭിക്കുന്നു. ആലപ്പുഴ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് അവരുടെ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇത് ഒക്കെ തന്നെയും ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു ഈഗോ ഇതിനിടയിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഹുസൂർ ശിരസ്ദാർ മാറുകയും പുതുതായി ചുമതലയെടുത്ത വ്യക്തി ഇവരോട് പകയോടുകൂടി പെരുമാറുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു വിവേചനം അത് ജാതീയമായ ഒരു വിവേചനത്തിലേക്ക് മാറുകയും പരാതിയുമായി ഈ കീഴ് ജീവനക്കാരൻ മേലുദ്യോഗസ്ഥരെ സമീപിച്ചു. ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഒരു വലിയ തലത്തിൽ അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥ ജാതീയമായ അധിക്ഷേപം നേരിട്ടുവെന്ന് അവർ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിമാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഒന്നടങ്കം രംഗത്തെത്തുന്നു. പക്ഷെ ഇവിടെ ജാതീയമായ അധിക്ഷേപം നേരിട്ട ഒരു ഉദ്യോഗസ്ഥർക്കും കീഴ് ജീവനക്കാർക്കും നീതി ഉറപ്പാക്കേണ്ടതല്ലേ? ഈ വീഴ്ച വരുത്തിയ, ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിച്ച ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? ഇതുവരെയും ഏതെങ്കിലും രീതിയിലുള്ളൊരു നടപടികളിലേക്ക് ഒരു അന്വേഷണമെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ ശരണ്യ? ടോമെ, അത് ഈ അന്വേഷണം തന്നെ ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥരെ ഈ സംഭവത്തെ സംബന്ധിച്ച്, പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഹുസൂർ ശിരസ്ദാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും നമുക്കറിയാം, ചീഫ് സെക്രട്ടറിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടുത്തെ താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥന്മാരെ എത്രമാത്രം ഭയക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്തുന്നതിൽ അത് നീതിപൂർവമായ ഒരു അന്വേഷണമല്ല എന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും രഞ്ജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അതിനകത്ത് മറ്റൊരു അന്വേഷണം നടന്നു വരുന്നത്. എങ്കിൽ പോലും ഇത് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് SC കമ്മീഷൻ ഫെബ്രുവരി 13 ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു കമ്മീഷൻ നൽകിയ നിർദ്ദേശം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് ഈ ലാൻഡ് അക്വിസിഷന്റെ ഡെപ്യൂട്ടി കളക്ടർ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം സംബന്ധിച്ച വിശദാംശങ്ങളല്ല, മറിച്ച് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും മാത്രമുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, സ്വാഭാവികമായും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് അവരെ സംരക്ഷിക്കുന്നുള്ള നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാധ്യത ഈ കേസിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ 2 ഉദ്യോഗസ്ഥരുടെ സാഹചര്യത്തിൽ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച ഈ സ്റ്റാഫ് കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു. അതായത് ഈ സ്റ്റാഫ് കൗൺസിലിലേക്ക് ഇനി ഒരു ഘട്ടത്തിൽ പോലും ഈ സ്റ്റാഫ് കൗൺസിലിലേക്ക് ഇവർക്ക് ഈ 2 ഉദ്യോഗസ്ഥർക്ക്, ഈ ചൌക്കിദാർമാരായ 2 പേർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇനി ഇവർ 2 പേരും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് തന്നെയാണ് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഈഗോ, താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്ന അയാളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനകത്ത് ഉള്ള ഈഗോ വർക്കൗട്ട് ആയിരുന്നു എന്നുള്ളത് ഈ രജിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം പരിമിതികൾ ആയിരിക്കാം. അതല്ലെങ്കിൽ ശരണ്യ, ഇന്ന് നമുക്കറിയാം തൊഴിലിടങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ, ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഈ രീതിയിൽ ജാതീയമായ വിവേചനം അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപം നേരിടുന്ന പല സംഭവങ്ങളും ഈ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ കളക്ട്രേറ്റിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ ഈ സർവീസ് സംഘടനകളുടെയൊക്കെ നിലപാടെന്താണ്? ഈ അധിക്ഷേപം നേരിട്ട ജീവനക്കാർ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്? സംഘടനകളുടെ പിന്തുണയുണ്ടോ? കാരണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരാൾ പോലും പ്രതികരിച്ചതായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ലല്ലോ.
ഇതിപ്പോൾ സർവീസ് സംഘടനകളെല്ലാം തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ശക്തരായ വിഭാഗം ആരാണോ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നമ്മൾ കണ്ട പരാതിക്കാരായ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിൽ സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായെന്ന് ഉൾപ്പെടെ അദ്ദേഹം നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ കുടുംബവുമായി ഈ ജീവനക്കാരുടെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊരു മാനസികമായ ഒരു ടോർച്ചറിംഗ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആദ്യം പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ലിസ്റ്റിന്റെ ഏറ്റവും ഒടുവിൽ കൊണ്ടുപോയി ഇവരുടെ രണ്ടുപേരുടെയും പേര് എഴുതുന്നു. ജനുവരി മുതൽ അത് ഇങ്ങനെ മാറ്റുകയാണ് എന്നുള്ള പോലും ഒരു സൂചന പോലും നൽകാതെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രജിസ്റ്ററിലേക്ക് പുതിയതായ ഒരു മാറ്റം, വർഷങ്ങളായി അവർ ജോലി ചെയ്തിരുന്നിടത്ത് ഒരു പുതിയൊരു മാറ്റം വരുന്നത്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകമായ ഒരു രജിസ്റ്റർ വരുന്നു. അങ്ങനെ വേറിട്ട് നിർത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു ഇത് ഐത്താചരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പരാതി പോയിരിക്കുന്നത്. കളക്ട്രേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള ഒരു സാധനം വന്നതോടുകൂടി അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ട് പ്രബലരായ സംഘടനകളൊക്കെ തന്നെയും ഈ ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ദീർഘകാലമായി ഇവിടെ ഈ സർവീസ് രംഗത്ത് ഉള്ള ആളുകളാണ്. ഒപ്പം തന്നെ മറ്റു ആളുകളുമൊക്കെയായി, അതായത് സർവീസ് രംഗത്തുള്ളവരും സംഘടനാപരമായി ഉള്ളവരുമൊക്കെയായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ആളുകളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു പിന്തുണ മാത്രമാണ് ഇവർക്ക് ഈ രണ്ട് ചൗക്കീദാർമാരായ ഈ ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകളുണ്ട്. നിയമ പോരാട്ടത്തിലേക്ക് പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ രണ്ട് കീഴ് ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കളക്ടറേറ്റിലാണ് രണ്ട് കീഴ് ജീവനക്കാർക്ക് നേരെ മേലുദ്യോഗസ്ഥരുടെ ജാതീയമായ അധിക്ഷേപമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നു. ഒരു ശക്തമായ നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടുവെന്ന് തുറന്നെഴുതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തന്റെ മുൻഗാമിയുടെ പ്രകടനവുമായി തന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്തെന്നാണ് ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഓഫീസിലെത്തി ഒരു പ്രധാനപ്പെട്ട വ്യക്തി നടത്തിയ പരാമർശം വേദനിപ്പിച്ചു. പക്ഷേ കറുപ്പ് മനോഹരമാണെന്നും ശാരദാ മുരളീധരൻ കുറിച്ചു. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ് കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. സമസ്ത മേഖലകളിൽ നിന്നും ശാരദാ മുരളീധരന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല. അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികമായ ചിന്തയാണ്. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം, കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നു ഞാൻ പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ്. കറുപ്പിനെന്താ കുഴപ്പം? അത് തിരിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി. അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ്. മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. ആലോചിക്കാൻ പോലും വയ്യാത്ത ഇതാണ്. പുരുഷ മേധാവിത്വ മൂല്യങ്ങൾ കട്ടകെട്ടി നിൽക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ഇനിയും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതിലൊന്നും പതറിപ്പോകാതെ നമ്മുടെ ഉത്തരവാദിത്തം തന്റെ ഇടത്തോടെ നിർവഹിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് കരണീയമായ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് എക്കാലത്തും നിറഞ്ഞ പിന്തുണ ഞാൻ രേഖപ്പെടുത്തുകയാണ്. TG സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, നമ്പർ 1 കേരളം, നവോത്ഥാന കേരളം, പുരോഗമന കേരളം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പോലും ജാതീയമായ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടുന്ന സംഭവം. അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നിറത്തിൻ്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപം നേരിട്ട 2 ജീവനക്കാരെക്കുറിച്ചുള്ള വാർത്തയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ ശാരദാ മുരളീധരൻ എഴുതിയ പോസ്റ്റിൽ ഇതെന്നാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ഇപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറി ഇങ്ങനെ തുറന്നെഴുതാൻ ഈ ഒരു നിറത്തിൻ്റെ പേരിൽ വിവേചനം നേരിട്ട കാര്യത്തെക്കുറിച്ച് അവർ തുറന്ന് എഴുതാൻ കാട്ടിയ ധൈര്യത്തെയാണ് കേരളം ഒന്നാകെ ഇപ്പോൾ അഭിനന്ദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതിൽ വിശദീകരിച്ചത് സജിത്ത്? യെസ്,
ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പെടുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതിൻ്റെ വിവാദ സൂചന ഉണ്ടായപ്പോൾ പിന്നീട് അവർ ആ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ് കണ്ട എല്ലാവരും അവരെ പ്രചോദിപ്പിച്ചു, ഇത്തരം നിലപാടുകൾ തുറന്നു പറയണമെന്ന് പറഞ്ഞു. ഇതോടുകൂടി വീണ്ടും അവർ റീപോസ്റ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: നിറത്തിൻ്റെ പേരിൽ താൻ തൊഴിലെടുത്ത് താരതമ്യം ചെയ്യപ്പെട്ടു എന്നതാണ് ചൂണ്ടിക്കാട്ടിയ കാര്യം. അതായത് തൻ്റെ മുൻഗാമിയും ഭർത്താവുമായ വി വേണുവിൻ്റെ പ്രവർത്തനങ്ങൾ വെളുത്ത നിറവും തൻ്റേത് കറുത്ത നിറവും എന്ന് തന്നോട് സംസാരിച്ചു. അത് സംസാരിച്ചത് ഒരു പ്രമുഖ വ്യക്തിയാണ്. ആ പ്രമുഖ വ്യക്തി ആരാ എന്നതിൽ അവർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല ഇതുവരെയും. അതായത് ഈ വിവാദമുണ്ടായി അവരുടെ പോസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് കാണുമ്പോഴൊന്നും അവർ അതാര് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ സംഭവം തന്നെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു. കറുപ്പ് എന്നത് സൗന്ദര്യമുള്ള ഒരു നിറമാണ്. ഒപ്പം കറുപ്പ് നിറമാണ് എന്നതിൻ്റെ പേരിൽ താൻ ചെറുപ്പകാലം മുതൽ തന്നെ അവഗണനകൾ നേരിട്ടു, വേദനകൾ അനുഭവിച്ചു എന്നതുകൂടിയാണ് ഈ സംഭവവുമായി കൂട്ടിവെച്ചുകൊണ്ട് അവർ പറഞ്ഞത്. പലവട്ടവും ആ ഗർഭപാത്രത്തിലേക്ക് ഒന്നുകൂടി പോയി തിരികെ വെളുത്ത നിറത്തിൽ തിരികെ വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പോലും അവർ വൈകാരിക രീതിയിൽ പങ്കുവച്ചിരുന്നു. ഇങ്ങനെ ഈ വിഷയങ്ങൾ അവർ പങ്കുവച്ചു എന്നതാണ് ഇന്നലെ ഉണ്ടായ ചിത്രം. പക്ഷേ ഇന്ന് കേരളം അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ് സാഹചര്യം. ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ തരത്തിലും ആ പരിഷ്കൃത രീതികളാണ് നമ്മുടേത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നതും. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഇത്തരം ഒരു നിറത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തൽ വേണ്ടി വന്നിരുന്നു, അവർ നേരിടേണ്ടി വന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. മറ്റാരുമല്ല, സംസ്ഥാനത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറിയാണ് അത്തരമൊരു അവസ്ഥ. അതായത് അവർക്ക് മുമ്പുണ്ടായ അവസ്ഥ മാത്രമല്ല, ഇപ്പോൾ ഈ പദവിയിലിരിക്കുമ്പോഴും ഇത്തരത്തിലൊരു താരതമ്യം നേരിടേണ്ടി വന്നു എന്ന കാര്യം അവർ തുറന്നു പറയുന്നത്. സ്വാഭാവികമായും വലിയ പിന്തുണ നൽകേണ്ട ഒരു കാര്യമാണ്. ആ മാതൃക കേരളം കാട്ടിയിട്ടുമുണ്ട്. കാരണം എല്ലാ തരത്തിലും രാഷ്ട്രീയമായ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല, അവർ കാട്ടിയ ധൈര്യത്തെ അഭിനന്ദിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ മാധ്യമങ്ങളോട് അവർ പലവട്ടം പ്രതികരിച്ചു കഴിഞ്ഞു. നമുക്കും അവരുടെ പ്രതികരണം ഇപ്പോൾ തന്നെ ലഭ്യമാകും. എന്തായാലും അതിലൊക്കെ തനിക്കുണ്ടായ അനുഭവം അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ ചില തെറ്റായ രീതിയിൽ കൂടിയ ഒരു വ്യാഖ്യാനം അതിന് കൈവരുന്നുണ്ട്. കാരണം അവരുടെ ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അവർ വെളുത്ത നിറമാണ്, ശാരദാ മുരളീധരൻ അവരുടെ ഭാര്യ കറുത്ത നിറമാണ്. അത്തരം താരതമ്യം പോലും നടത്തുന്ന തരത്തിലുള്ള വൈകൃതമായ ചില ചർച്ചകൾ പോലും സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ വലിയ രീതിയിൽ ചെറുക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവിൻ്റെയും ഒക്കെ വാക്കുകൾ. അവരൊക്കെ പൂർണ്ണ പിന്തുണയാണ് ഇവർക്ക് നൽകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ആകട്ടെ, ഇവരൊക്കെ പോസ്റ്റിട്ട് കഴിഞ്ഞു ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്. അങ്ങനെ സമൂഹം പുറന്തള്ളപ്പെട്ടിരുന്ന ഒരു നിറവ്യത്യാസത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലുകളെ സമൂഹം പുറന്തള്ളപ്പെട്ടിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മുന്നറിയിപ്പ് നമ്മുടെ പൊതുസമൂഹം നൽകിക്കഴിഞ്ഞു. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ശാരദാ മുരളീധരനുമാണ് എന്ന പ്രത്യേകതയാണ് ഈ ഘട്ടത്തിലുള്ളത്. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി എന്നതിനപ്പുറം അവർ വലിയൊരു പ്രതിഭയാണ്, പ്രത്യേകിച്ച് വലിയൊരു കലാകാരിയാണ്. അങ്ങനെ അവരുടെ കഴിവിൻ്റെ കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ജാതീയമായ അധിക്ഷേപവും അതുപോലെ നിറത്തിൻ്റെ പേരുള്ള വിവേചനവും ഒക്കെ ഉണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് പോലും ഇത് നേരിടേണ്ടി വരുന്നത്. ഒരു മന്ത്രിയെ ഇതിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം, മറ്റ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങളുടെ ഒക്കെ പേരിൽ ജാതിയുമായ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇതുപോലുള്ള നിരവധി വാർത്തകൾ ഈ സമീപകാലത്ത് തന്നെ പുറത്തു വന്നതാണ്. ഇത് നിയമം കൊണ്ടൊന്നും മാറ്റി നിർത്താൻ അല്ലെങ്കിൽ നിയമം കൊണ്ടൊന്നും ഈ ഇത്തരത്തിലുള്ള ഈ അനാചാരങ്ങൾക്കൊരു മാറ്റം വരുത്താൻ കഴിയില്ല. നമ്മുടെയൊക്കെ മനോഭാവത്തിലാണ് ഈ ഒരു മാറ്റം വരേണ്ടത്. ഇതെങ്ങനെയാണ് പൊതുസമൂഹം ഈ വിഷയത്തിൽ, കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്, പൊതുസമൂഹം ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സജിത്ത്? പൊതുസമൂഹം വലിയ പിന്തുണയാണ് ടോം നൽകുന്നത്. അത് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ശാരദാ മുരളീധരൻ ഇത് തുറന്നു പറയുമ്പോൾ അവരുടെ അത്രയും പ്രശസ്തിയല്ലാത്ത, അത്രയും സ്ഥാനങ്ങളില്ലാത്ത, അധികാരമില്ലാത്ത വ്യക്തികളൊക്കെ തൊഴിലിടങ്ങളിലും പൊതുവിടങ്ങളിലും എത്ര കണ്ട് അപമാനിക്കപ്പെടുന്നുണ്ടാവാം, നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തലുകൾ നേരിടുന്നുണ്ടാവാം എന്ന ചോദ്യം കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവസ്ഥകളുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു അവസരം കൂടിയായി ഈ ശാരദാ മുരളീധരൻ്റെ തുറന്നെഴുത്തു മാറുന്നു എന്ന സാഹചര്യമാണ്. ഇതിനകം തന്നെ നമ്മൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് തന്നെ പരിശോധിക്കുമ്പോഴും നമുക്കൊക്കെ അറിയാവുന്ന പല സുഹൃത്തുക്കളും ബന്ധുക്കളും അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നെഴുതുകയാണ്. കാരണം നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തലുകൾ ഉണ്ടായിരുന്നു, അപകർഷതാബോധം
വിരോധം തങ്ങൾക്കുണ്ടായിരുന്നു. അല്പമെങ്കിലും നിറമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഘട്ടങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നത് തൊഴിലിടങ്ങളിലെയോ മറ്റ് പൊതു ഇടങ്ങളിലെയോ മാറ്റി നിർത്തലുകളും അവഗണനകളും കാരണമായിരുന്നു. എന്തായാലും അതൊക്കെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു അവസരമുണ്ടാക്കിയാണ് ശാരദാ മുരളീധരന്റെ തുറന്നെഴുത്ത് എന്നതുകൂടിയാണ് പ്രത്യേകത. അത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ അത്തരമൊരു നിലപാടെടുത്തത് തീർച്ചയായും ശ്ലാഘനീയമാണ്. അത് ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ അത് പ്രതീക്ഷ നൽകുന്നതാണ്. ആ തരത്തിലാണ് മുന്നോട്ട്. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പിന്തുണ ചീഫ് സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ കേസ്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചത് വഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ കബളിപ്പിച്ചുവെന്നാണ് കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം ലക്ഷങ്ങൾ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി ഷോ ഡയറക്ടർ രംഗത്തെത്തുന്നു. ഈ ഷാൻ റഹ്മാന് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ടോം, ജനുവരി 23-ാം തീയതിയായിരുന്നു തേവരയിലുള്ള SH കോളേജിൽ ഉയരെ എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ ഷോ ഷാൻ റഹ്മാൻ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ഷോയുടെ ഡയറക്ടറായിട്ടുള്ള നിജുവിനായിരുന്നു ഇതിന്റെ ചുമതല. ഈ ബുക്കിംഗ് മുതൽ, അതായത് ഇതിന്റെ ഓൺലൈൻ ബുക്കിംഗ് മുതൽ ഇവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ, ഇവരുടെ ഫുഡ്, ഇതെല്ലാം തന്നെ നിജു ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ നിജുവിന് 38 ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും നിജുവിന്റെ കയ്യിൽ നിന്നും ചിലവായത്. ഇത് ഷോയുടെ അവസാനം ഇത് തിരികെ നൽകാമെന്ന് ഷാൻ റഹ്മാൻ ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെയായിരുന്നു അവർക്കിടയിലുള്ള കരാർ. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞിട്ടും ഈ 38 ലക്ഷം രൂപ, നിജുവിന്റെ കയ്യിൽ നിന്നായ 38 ലക്ഷം രൂപ ഷാൻ റഹ്മാനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് നിജു പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷാൻ റഹ്മാൻ ഈ ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോ സന്ദേശം അടക്കം നൽകിക്കൊണ്ടാണ് എറണാകുളം സൗത്ത് പോലീസിന് നിജു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാൻ റഹ്മാനെതിരെയും ഷാൻ റഹ്മാന്റെ ഭാര്യയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഷാൻ റഹ്മാന്റെ ഭാര്യയ്ക്കും ഈ ഷോയുമായി ബന്ധപ്പെട്ട പങ്കുണ്ടെന്നാണ് നിജു പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത്. എന്തായാലും ഷാൻ റഹ്മാൻ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലടക്കം അല്ലെങ്കിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകണമെന്ന് ഷാൻ റഹ്മാനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 31-ാം തീയതിക്കുള്ളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഷാൻ റഹ്മാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് ഇനിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്താതെ മറ്റൊരു കേസ് കൂടി ഉണ്ടല്ലോ. നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയെന്ന ഒരു പരാതിന്മേലും കേസെടുത്തിട്ടുണ്ടല്ലോ. അതെട്ടോ, ആ പരിപാടിയിൽ തന്നെയാണ്, അതായത് 23-ാം തീയതി ജനുവരി 23-ാം തീയതി ഈ കോളേജിൽ നടന്ന ഉയരെ പരിപാടിയിൽ തന്നെയാണ് അവിടെ ഡ്രോൺ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ന്യൂസ് 18 പ്രതികരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ഇപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് എൻ്റെ കറുപ്പിനെ പരാമർശിച്ചു വരുന്നത്. അപ്പം കറുപ്പ് എന്നുള്ളതാണോ എന്ന് തുടങ്ങിയ ആ ചിന്തയിൽ നിന്ന് പിന്നെ അതൊരു നിമിത്തമായിട്ടാണ്. വാസ്തവത്തിൽ ഈ കറുപ്പ് എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പൊ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയാണ്. ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഞാൻ ഇപ്പം 7 മാസമായിട്ട് സംസ്ഥാനത്ത് ഉയർന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതിനു മുൻപ് ഞാൻ ശാരദാ മുരളീധരൻ എന്നുള്ള രീതിക്ക് ഇപ്പൊ ഞാൻ ജനിച്ച സമയം മുതലുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് 4 വയസ്സിൽ തുടങ്ങിയ ഉണ്ടായ ഒരു
ധാരണയാണ്. കറുപ്പിനെന്തോ പ്രശ്നമാണ്, ഞാൻ കറുപ്പാണ്, എനിക്കെന്തോ പ്രശ്നമാണ്, എന്നെ ഒന്നും തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഞാൻ അന്ന് തുടങ്ങിയത് എന്തുമുണ്ട്, അത് സമൂഹത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ്. അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ തിരിച്ചറിയണം. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ, നിറമാണല്ലോ. അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നിന്ന് കറുപ്പ് അഴകാണ്, ഞാൻ കറുപ്പാണ്, ആ കറുപ്പിനൊരു കുറവില്ല. ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം, വാല്യൂ കണ്ണറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ചിന്ത കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ്. അപ്പം ഈ വൃത്തികേടല്ല കറുപ്പ്, വൃത്തിയാണത്. അപ്പോൾ അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെറ്റായ ബോധം എന്താ? നമ്മുടെ എല്ലാവരും ബോധത്തിലുള്ളതല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെ കാണിക്കുന്നുണ്ടോ? നിറം കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ സംസാരത്തിൻ്റെ അകത്ത് ഉടനീളം വരുന്നതല്ലേ. ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. വീട്ടിൽ തന്നെ മക്കൾ വന്ന ശേഷം അത് മാറി തിരിച്ചറിഞ്ഞു, അത് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഈ കോംപ്ലക്സുകൾ പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ചിലർക്ക് മുടി പോയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, ചിലപ്പോൾ ചിലർക്ക് നിറം മങ്ങിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, വണ്ണം കൂടിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും. പലതരത്തിലുള്ള കോംപ്ലക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ. ആൻഡ് ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനുഷ്യർ, ഏറ്റവും നല്ല മനുഷ്യർ, ഐഡിയൽ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം, നമ്മളെല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാണ്. ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യരെ മനുഷ്യനാക്കുന്നത്. ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ്. അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനെ അധിക്ഷേപിക്കുകയോ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനെയും അതിൽ നമ്മൾ സന്തോഷിക്കണം, അതിൽ നമ്മൾ അഹങ്കരിക്കണം, അതിൽ ആസ്വദിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം. ഈ നവകേരളമെന്നും മാറുന്ന കേരളം എന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറയാറുണ്ട്. ഈ വർണ്ണബോധം അല്ലെങ്കിൽ ഇത്തരം നിറത്തിന്റെ പേരുള്ള ഒരു മനസ്സ് എന്ന് മാറും മലയാളികളുടെ, അങ്ങനെ തോന്നുന്നു? എനിക്ക് തോന്നിയത് തിരിച്ചാട്ടോ. കാരണം കേരളത്തിലായതുകൊണ്ട് ഇന്ന് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഇത്ര വലിയൊരു പ്രതികരണം ഉണ്ടായി. എത്ര പേര് എന്നെ ഇത് വിളിക്കുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, എത്ര പേര് ഇതുമായിട്ട് ഇപ്പം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ചങ്കുറ്റമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ കേരളത്തിനെ കാണുന്നത്. അത് നമ്മുടെ നവകേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു മാസത്തിൽ ഞാൻ റിട്ടയർ ചെയ്യാം. അത് വെറുതെ ഒരു കൊല്ലാപ്പിന് പോണോ എന്ന് ഇടയ്ക്കും കൂടെ തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ്. ഇപ്പൊ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ വന്നു. അപ്പൊ ഈ പ്രതികരണങ്ങൾ വരികയും ഇതിപ്പോ എന്തിനാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ ഞാൻ എടുത്തിട്ടത് എന്നൊരു സംശയം വന്നതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ്. പക്ഷെ അത് പിൻവലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം മീഡിയയിൽ നിന്നും അല്ലാതെയും ഒക്കെ ആളുകൾ ചോദിക്കുകയുണ്ടായി, അതെന്തിനാ പിൻവലിച്ചത്, ഇത് നമ്മൾ സംസാരിക്കേണ്ടുന്ന വിഷയമല്ലേ, നിങ്ങൾ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ അനുഭവം പലർക്കും ഒരു പ്രേരണയാകില്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് വന്നു. അതിലെ ഏറ്റവും കൂടുതൽ പ്രേരണയായത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാ എന്നാൽ. അത് മാത്രമല്ല, അതിപ്പം എന്തുകൊണ്ടാണ്
ഞാൻ ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതും കൂടി വിവരിച്ചുകൊണ്ടുണ്ട്. ഇല്ല, ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ളത്, ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിന് ഇപ്പം ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് കേൾക്കാതിരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പം ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. ഈ കറുപ്പിനെ കുറിച്ച് ഞാൻ ഡിഫെൻസീവായിരുന്നു കുറച്ച്. എനിക്ക് അതിൽ നിന്നിട്ട് ഇവേസീവായിട്ട് ഒളിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് എൻ്റെ ഇതിനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട്. കറുപ്പെന്ന് പറയുന്നത് ഞാനായിട്ട് ഏറ്റെടുക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഇൻഡോക്ട്രിനേഷനും കൾച്ചറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കേണ്ടുന്നത് എന്താണ്, നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടുന്നത്, അത് ആ മെസ്സേജുകളല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിൻ്റെ സ്കൂളിൽ മാത്രം നിന്ന് കിട്ടുന്നതല്ല. വീട്ടിൻ്റെ അകത്തു നിന്നും നമ്മുടെ എല്ലാ സോഷ്യൽ സ്പേസുകളിലും നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ആണ്. അപ്പം ഇൻഫോർമൽ ലേണിംഗ് നമ്മൾ ആവർത്തിച്ച് റീഇൻഫോഴ്സ് ചെയ്യുകയാണ് കറുപ്പ് പ്രശ്നം. പറയൂലല്ലോ, അത് ഞാൻ പറയില്ലല്ലോ, അത് ചോദിക്കരുത്. ശരിയാണ്. ഇതിപ്പം കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ ചെങ്ങന്നൂർ സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഞാൻ ഈ ടിക്കറ്റ് ഇപ്പം അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകുമായിരുന്നു, ഭർത്താവിനെ കാണാനായിട്ട് പോയിരുന്നു. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആര് പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കും. ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു, ഇതിൻ്റെ കണ്ണ ലക്ഷണം ഉണ്ടല്ലേ മുഖത്ത്, കണ്ടാൽ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നത് അത് നിറത്തിൻ്റെയും കൂടി ഒരു ഇതുണ്ട്. നമ്മുടെ പലതരത്തിലുള്ള ഈ ഐഡന്റിറ്റികളിൽ നമ്മളെല്ലാവരും കൂടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണണമെങ്കിൽ നമ്മൾ കറുപ്പ് ആണ് ഇത് കാണിക്കുക. ഇത് മോശപ്പെട്ടവർ വൃത്തികേടായിട്ടുള്ളവരെ ഇത് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറുപ്പ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക. അപ്പം ഇത് പല തരത്തിലാണ്. ഇത് ഒരു സ്കിന്നിൻ്റെ നിറം മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. മാറ്റണം. പിന്നെ ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. താങ്ക് യു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അവർ നേരിട്ട നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു. കാരണം ഇതിനു മുൻപും കുട്ടിക്കാലം മുതൽ ഇത്തരം നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപങ്ങൾ പല രീതിയിൽ നേരിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വിശദമായി തന്നെ തുറന്നു പറയുകയായിരുന്നു ശാരദ മുരളീധരൻ. അവർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, ജനപ്രതിനിധികളടക്കം പിന്തുണയുമായി രംഗത്തെത്തുന്നുമുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.
പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച പോലീസ്. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. കേസ് BJPക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും CPM-ഉം. ഏറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ കേസിൽ BJPക്കും കെ സുരേന്ദ്രനും ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞ ദിവസം ED കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായി, അതായത് BJPയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. തിരൂർ സതീഷിൻ്റെ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം BJPയുടെ ഭാഗത്ത് BJP നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയുള്ള പോലീസിൻ്റെ നീക്കം, അതായത് BJPക്ക് വേണ്ടി ഇവിടേക്ക് പണമെത്തി അത് കൃത്യമായ ആസൂത്രിതമായി കവർച്ച ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഡാനി? ടോം, ഇതിൽ ഈ കൊടകര കുഴൽപ്പണക്കേസ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് അത് ചർച്ചയാകുന്നു. അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാകുന്ന ഒരു ഘട്ടമായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് പോലീസ് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിവരുന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇതിലേക്ക് ED കൂടി കടന്നു വരുന്നു എന്നതാണ്. അന്നേ ED കടന്നു വരുമ്പോൾ തന്നെയും ഉയർന്നു വന്ന വലിയ ആക്ഷേപം അത് പ്രതിരോധത്തിലായ BJPയെ സഹായിക്കാൻ വേണ്ടി കരുതിക്കൂട്ടിയുള്ള ഒരു ഇടപെടലാണ് എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. എങ്കിലും EDയുടെ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയായിരുന്നു. ഇതിൽ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട്. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഈ പണം കൊണ്ടുവന്ന ഈ ധർമ്മരാജൻ, അദ്ദേഹം ഇത് കർണാടകയിൽ നിന്നുള്ള BJP നേതാക്കളടക്കം സഹായിച്ച പണമാണ് ഇവിടേക്ക് എത്തിച്ചത്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് ഈ കൊണ്ടുവരുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. ഇതിന് ഇവരുടെ കോൾ ഡീറ്റെയിൽസ് അടക്കം ഇവർ ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരുമായിട്ടെല്ലാം സമ്പർക്കം പുലർത്തി തുടങ്ങി നിരവധിയായ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അവരുടെ കണ്ടെത്തലുകൾ, പോലീസിന്റെ കണ്ടെത്തലുകൾ അക്കമിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് കുറ്റപത്രത്തിലേക്ക് നീങ്ങുന്നത്. അതിൽ തന്നെയും ഈ കൊണ്ടുവന്ന ആ പണം അത് തൃശ്ശൂരിൽ എത്തിച്ചു, അതിനുശേഷം പിന്നീട് ഇത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിൽ BJPയും അതോടൊപ്പം തന്നെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് ഇതിൽ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നത്. ഈ ഘട്ടത്തിലാണ് ED ഇതിലേക്ക് അന്വേഷണത്തിലേക്ക് കടന്നുവരികയും പിന്നീട് ED ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയും മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ED കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പോലീസ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശേഖരിച്ച തെളിവുകൾ ഇതിലേക്കൊന്നുമല്ല ED കടന്നു വന്നിട്ടുള്ളത്. ഇതിൽ ED കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഉയരുന്ന ആക്ഷേപം അത് ഒന്നുകൂടി ശക്തമാകുന്നു. കാരണം ഇത് BJPയെ വെള്ളപൂശുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ED എന്നായിരുന്നു ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നതെങ്കിൽ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതൊന്നുകൂടി ശക്തമാവുകയാണ്. കാരണം ഇതിൽ BJPക്കെതിരെ ഒരു പരാമർശങ്ങളോ BJP നേതാക്കൾക്കെതിരെ ഒരു കണ്ടെത്തലുകളോ ഒന്നും തന്നെയില്ല. ഇതിൽ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊന്നും തന്നെ ഇതിലേക്ക് വന്നതുമില്ല. ED പറയുന്നത് ഇത് ഒരു ഹൈവേ റോബറി എന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു ഹൈവേയിലെ ഒരു കൊള്ള എന്ന രീതിയിൽ മാത്രമാണ് അവരിതിനെ കാണുന്നത്. ഇതിൽ പിടികൂടിയ പണം
ആ പണം വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് തങ്ങൾ അന്വേഷിച്ചതെന്ന് പറയുന്നു. അതിൻ പ്രകാരം 23 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. അത് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അറസ്റ്റായവർ തന്നെയാണ്. അവർ മാത്രമാണ് ഇതിലുള്ള പ്രതികൾ. അവർ ED നൽകുന്നൊരു വിശദീകരണം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മരാജ് ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഡീലിന് വേണ്ടിയാണ് ഈ പണം കൊണ്ടുവന്നത്. അതിന്റെ വ്യക്തമായ രേഖകൾ ധർമ്മരാജ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അയാളുടെ ഡ്രൈവറായ ഷംജീറിന്റെ കൈവശമാണ് ഈ 3.5 കോടി രൂപ കൊടുത്തുവിട്ടത് എന്നതുകൂടി അതിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി ഡീലിന് വേണ്ടി കൊണ്ടുവന്ന പണം ഒരു സംഘം കവരുകയായിരുന്നു എന്നതാണ് EDയുടെ കണ്ടെത്തലുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നും തന്നെ ED കടന്നുപോയിട്ടില്ല എന്നത് തന്നെയാണ് ഇത് ഈ 2 അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകളും തമ്മിലുള്ളൊരു വൈരുദ്ധ്യാത്മകത എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് കേരള പോലീസ് ഇത് കള്ളപ്പണം എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് BJP ആണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോൾ ഇവിടെ ED കേന്ദ്ര അന്വേഷണ ഏജൻസി വരുമ്പോൾ അതൊന്നുമല്ല അവരെ സ്പർശിക്കുന്നത്. അവരെ പണം പിടികൂടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത്. ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട് എന്ന് അവർ പറയുന്നു. അത് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന്റെ തന്നെ ആവശ്യമില്ല എന്ന രീതിയിലാണ് എറണാകുളം PMLA കോടതിയിൽ ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഇത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 23 പേര് ഈ കേസിൽ പ്രതികൾ എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ പോലീസ് ഇതിൽ തുടരന്വേഷണ റിപ്പോർട്ട് ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തിരൂർ സതീഷ് എന്ന് പറയുന്ന മുൻ സെക്രട്ടറി, അത് തൃശൂർ ജില്ലയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു BJPയുടെ, അദ്ദേഹത്തിന്റെ മൊഴികൾ ആ സമയത്ത് വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങളും തെളിവുകളുമെല്ലാമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ BJP ഓഫീസിലേക്ക് പണം കൊണ്ടുവന്നത് ചാക്കുകളിലാക്കിയാണ് ഈ പണം കൊണ്ടുവന്നത്, അതിന് താൻ ദൃക്സാക്ഷിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു വളരെ നിർണായകമായ ഒരു സാക്ഷിമൊഴികളെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ED മുന്നോട്ട് പോയത്. ഒരു വേള ഈ തിരൂർ സതീഷ് തന്നെ പറഞ്ഞു തന്നെ ഒന്ന് മൊഴി രേഖപ്പെടുത്താനോ വിളിക്കുവാനോ പോലും തയ്യാറാകാത്ത അന്വേഷണ ഏജൻസിയാണ് ED. ഇതെന്തൊരു അന്വേഷണമാണെന്ന് ഒരു ഘട്ടത്തിൽ സാക്ഷി പോലും ചോദിക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നു. എന്നാൽ അതിലേക്കൊന്നും പോകാതെ തന്നെ ED ഈ ഫയൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആരോപണം അത് ഒന്നുകൂടി ശക്തമാകുന്നു. ഇത് BJPയെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അന്വേഷണമാണ് എന്നത് തന്നെ ഇപ്പോൾ കോൺഗ്രസും CPM എല്ലാം ഒരേ ശബ്ദത്തിൽ തന്നെ ആവർത്തിച്ചു. ഡാനി, കഴിഞ്ഞ ദിവസം ED BJPയെ സംരക്ഷിച്ചുകൊണ്ട് BJP നേതാക്കൾ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതിന് EDക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇതിന് പിന്നാലെ ED തന്നെ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്ന കാര്യം ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ്. മാത്രമല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും EDക്ക് കൈമാറിയില്ല എന്ന വിശദീകരണം കൂടി നൽകുന്നുണ്ടല്ലോ. ഇതങ്ങനെ പൂർണ്ണമായും വിശ്വസനീയമാണോ? കാരണം നമുക്കറിയാം ഇതിനു മുൻപും ED ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നത് രാഷ്ട്രീയ വേട്ടയാടലിന് വേണ്ടി BJP EDയെ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു. ഇവിടെയും രാഷ്ട്രീയ സംരക്ഷണത്തിന് വേണ്ടി EDയെ BJP ഉപയോഗിക്കുന്നു എന്നല്ല ഇപ്പോൾ ഈ കൊടകര കുഴൽപ്പണ കേസിന്റെ കുറ്റപത്രം ഇതിന്റെ അന്വേഷണം ഉൾപ്പെടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഡാനി? ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ടോം. കാരണം ഇത് വലിയ ആരോപണമായിട്ട് തന്നെ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം കേരള പോലീസിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ തന്നെയാണ് ED ഇതിലേക്ക് കടന്നു വരുന്നത്. അത് ബോധപൂർവമായ ഒരു ഇടപെടലാണ് എന്ന് തന്നെ ആ സമയത്ത് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. കേരള പോലീസ് എന്ത് കണ്ടെത്തിയോ അല്ലെങ്കിൽ അവരുടെ കേസ് ഡയറി എന്താണോ, എന്തെല്ലാം തെളിവുകൾ അവർ ശേഖരിച്ചോ എന്നത് മറ്റൊരു അന്വേഷണ ഏജൻസിയിലേക്ക് വരുമ്പോൾ പ്രാഥമികമായും അവർക്ക് മുന്നിലുള്ളത് അത് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന അതിന്റെ ഒരു സാങ്കത്യം അത് എത്രയെന്ന് ED തന്നെ വിശദീകരിക്കേണ്ടി വരും. ഇത്തരം ഫയലുകൾ കൈമാറിയില്ല, അത്തരം കാര്യങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷെ ആ രീതിയിലേക്കൊന്നും പോകുന്നില്ല. സാക്ഷിമൊഴികൾ സംബന്ധിയായ കാര്യങ്ങൾ നമുക്ക് തിരൂർ സതീഷിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തെ മൊഴിയെടുക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അതിൽ സത്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത്.
കാരണം ഈ നിർണായകമായ സാക്ഷിയെ വിളിച്ച ഇത്തരം കാര്യങ്ങൾ എന്ത് എന്ന് ചോദിക്കാൻ പോലും ED അതിന് തുനിഞ്ഞില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ശക്തിയാർജിക്കുന്നത് EDയെ കൊണ്ടുവന്നത് BJPയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലേക്ക് ചർച്ചയാവുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലും ED ഉപയോഗിക്കുന്നത്, ഈ അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നത് BJPക്ക് വേണ്ടിയും BJPയുടെ ശത്രുക്കൾക്കെതിരെയുമാണ് എന്നൊരു വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനോടുകൂടി ചേർത്ത് തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണവും ഇപ്പോൾ വായിച്ചെടുക്കുന്നത്. ഇതിൽ ED ഇനിയിപ്പോൾ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ED ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, കുറ്റപത്രത്തിലടക്കം വ്യക്തമാക്കുന്നു. ഇതിൽ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് അവർ ഈ കേസ് ഇനി ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. 23 പ്രതികൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങളിൽ ED അന്വേഷണം നടത്തുന്നത് തന്നെയാണ്. നമുക്കറിയാം, മറ്റ് കേസുകളുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം അറിയാം. കൊടകര കുഴൽപ്പണ കേസ് മാത്രമായിട്ട് ഇനി മറ്റൊരു ഏജൻസി അന്വേഷിക്കുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ EDയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. EDയുടെ കുറ്റപത്രവും ചോദ്യം ചെയ്യപ്പെടുന്നു. നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച ഒരു രീതിയിലേക്ക് എത്തിയ വ്യക്തമായ തെളിവുകളിലൂടെ മുന്നോട്ട് പോയ ഒരു കേസാണ് ഈ രീതിയിലായിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ടോം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണി പിടിയിൽ. വിദ്യാർത്ഥികൾ റോബിൻ ഭായ് എന്ന് വിളിക്കുന്ന അസം സ്വദേശി റബിൻ മണ്ഡലാണ് പെരുമ്പാവൂർ പിടിയിലായത്. പെരുമ്പാവൂർ ഭായ് കോളനിയിൽ നിന്നും 9 കിലോയിലധികം കഞ്ചാവുമായാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താമസ സ്ഥലത്ത് പ്ലാസ്റ്റിക് ചാക്കിലും ചെറിയ 3 പൊതികളിലുമായിട്ടാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക്, കൊച്ചിയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നത് ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള വലിയൊരു റാക്കറ്റ് അതിന് പിന്നിലുണ്ട് എന്ന കണ്ടെത്തൽ വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമാകുന്നത്. ഈ റോബിൻ ഭായ്, പെരുമ്പാവൂർ പിടിയിലായ റോബിൻ ഭായ് ഈ റാക്കറ്റിൻ്റെ ഭാഗമാണോ? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇവർ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നത്? നവമി. ടോം, തുടക്കത്തിൽ തന്നെ, അതായത് ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നിലെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇവർക്ക് ലഹരി എത്തിച്ചത്, കഞ്ചാവ് എത്തിച്ചതെന്ന മൊഴി വിദ്യാർത്ഥികൾ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ നമ്പറടക്കം വിദ്യാർത്ഥികൾ നൽകുകയും ചെയ്തു. ഇതുമായി പോലീസ് ഒരുപാട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പെരുമ്പാവൂരിൽ നിന്നും അസം സ്വദേശിയായിട്ടുള്ള ഇയാളെ പിടികൂടിയത്. റോബിൻ ഭായ് എന്ന് വിളിക്കുന്ന റബിൻ ബണ്ടൽ ആണ് പിടികൂടിയത്. ഇയാൾ സ്വന്തം നാട്ടിൽ നിന്നൊക്കെയാണ് ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളിൽ നിന്നും 9-ലധികം കിലോ കഞ്ചാവും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ താമസിക്കുന്ന ഇടത്തിൽ നടത്തിയ പരിശോധനയിൽ ചെറിയ കെട്ടുകളായി, അതായത് ചെറിയ പൊതികളായി വീടിന്റെ പല ഭാഗങ്ങളിൽ കഞ്ചാവ് ഒളിപ്പിച്ച നിലയിലാണ്. ഏകദേശം 9 കിലോ കഞ്ചാവാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. കൊച്ചിയിലെ തന്നെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കഞ്ചാവ് എത്തിക്കുന്നത് ഇയാളാണെന്ന് പോലീസിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. 500 രൂപ 1000 രൂപ നിരക്കിലാണ് ഇയാൾ കഞ്ചാവ് നൽകുന്നത്. ഗൂഗിൾ പേ വഴി ആണ് പണം വാങ്ങുന്നത്. ഒപ്പം ഈ കുട്ടികളെ ബന്ധപ്പെടുന്നത് വാട്സപ്പ് കോൾ വഴിയാണ്. അതാകുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ വളരെ വിദഗ്ധമായി തന്നെയാണ് ഇവർ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. ചെറിയ പൊതികളിലായി കെട്ടിവെച്ച നിലയിൽ കഞ്ചാവും ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ തുകയും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി എത്തിക്കുന്ന ഒരു കണ്ണികളുടെ മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പെരുമ്പാവൂർ ഭാഗം കേന്ദ്രീകരിച്ച് നമുക്കറിയാം, ഇതിനു മുൻപ് പോലും പോലീസിന്റെ പരിശോധന, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധനയിലെല്ലാം ഏറ്റവും കൂടുതൽ ലഹരി പിടികൂടുന്നത് പെരുമ്പാവൂർ ഭാഗത്താണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകുന്നത്. അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി കൊണ്ടുവരുന്നു എന്ന വിവരം പലപ്പോഴുമായി പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്നത് ഇയാളാണെന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. നെല്ലിക്കുഴി കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഇയാൾ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. വിദ്യാർത്ഥികൾ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാളുടെ പേര് പുറത്തുവരികയും പിന്നീട് പരിശോധനയിൽ ഈ തെളിവുകളടക്കം പോലീസിന് പിടികൂടുവാനും കഴിഞ്ഞിട്ടുള്ളത്.
നവമി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ റോബിൻ ഭായ് പിടിയിലായിട്ടുണ്ട്. ഇയാളുടെ ഈ ഒരു സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭായ് കോളനി ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഈ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ഈ മാഫിയയുടെ ഒരു കേന്ദ്രമാണെന്ന വിവരങ്ങളുണ്ടല്ലോ. അതിലേക്ക് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായും പോലീസിന്റെ അന്വേഷണം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച്, അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സംശയമായിട്ടുള്ള രീതിയിൽ ഇവരിൽ നിന്നും ഈ കഞ്ചാവ് കണ്ടെത്തുകയാണെങ്കിൽ അത് പിടികൂടാനുള്ള അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പരിശോധന ശക്തമാക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത, ഇപ്പോൾ പിടിയിലായ മുഖ്യകണ്ണിയെ ചോദ്യം ചെയ്ത് അയാളിൽ നിന്നും മറ്റാർക്കൊക്കെയാണ്, ഇയാളുടെ സുഹൃത്തുക്കൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കൊണ്ടുവരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പെരുമ്പാവൂരിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത് സഹപ്രവർത്തകനായ കാമുകനെ വിളിച്ചറിയിച്ച ശേഷം വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് യുവാവ് പിന്മാറിയത് മേഘയെ അലട്ടിയിരുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ജീവനൊടുക്കാൻ പോകുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെ മേഘ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ഉടമയുമായി ആൺസുഹൃത്ത് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും വിവരമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ ആൺസുഹൃത്തുമായി പഠനകാലയളവിൽ ഈ യുവതി അടുപ്പത്തിലാകുന്നു, പിന്നീട് ഇരുവരും തമ്മിൽ ചില ബന്ധത്തിൽ പ്രശ്നമുണ്ടാകുന്നു, അതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണോ പോലീസിൻ്റെ കണ്ടെത്തൽ? ടോം, പഞ്ചാബിൽ ഈ IB ഉദ്യോഗസ്ഥയായി അവർ നിയമിതയാകുന്നതിന് മുമ്പ് പരിശീലന കാലത്താണ് ഈ മലപ്പുറം സ്വദേശിയായ IBയിലെ തന്നെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുമായി സൗഹൃദത്തിലാകുന്നത്. ആ സൗഹൃദം വളർന്നു. കുടുംബാംഗങ്ങളെ ഇങ്ങനെയൊരു ബന്ധമുണ്ട് എന്ന കാര്യം അറിയിച്ചെങ്കിലും ആദ്യം അത് അംഗീകരിക്കാൻ ബന്ധുക്കളും മാതാപിതാക്കളുമൊന്നും തയ്യാറായില്ല. പക്ഷേ മേഘ ഈ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ യുവാവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് കുടുംബങ്ങളോടടക്കം ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ഒടുവിൽ മകളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ വഴങ്ങുകയായിരുന്നു. അതിനൊടുവിൽ ഈ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി സംസാരിക്കുമ്പോൾ ഈ യുവാവ് ഒഴിഞ്ഞു മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുകയും അത് അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഈ യുവാവിനെ ഫോണിൽ വിളിച്ചതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം മേഘ പറയുകയും തുടർന്ന് ഉടൻ തന്നെ ഈ യുവാവ് മേഘ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഉടമയെ വിളിച്ച് കാര്യം അറിയിക്കുകയുമായിരുന്നു എന്ന കാര്യം പേട്ട പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പ്രണയബന്ധത്തിലുണ്ടായ ഉലച്ചിൽ തന്നെയാണ് മേഘയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യം പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുമ്പോഴും അതിലേതെങ്കിലും തരത്തിൽ ആത്മഹത്യയ്ക്ക് പ്രേരണയായി യുവാവ് മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അവിടെയാണ് IBക്കും പോലീസിനും മേഘയുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പരാതിയിലടക്കം വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ച് 3 പിളർന്ന നിലയിലാണ് ഈ ഫോൺ കണ്ടെത്തിയത്. അതുകൊണ്ട് ഫോണിൽ നിന്ന് മറ്റ് വിവരങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള ഒരു പോംവഴി കോൾ ഡേറ്റ റെക്കോർഡ് വിശദമായി പരിശോധിച്ചുകൊണ്ട് അവസാനമായി മേഘ ഫോണിൽ ബന്ധപ്പെട്ടത് ആരെയൊക്കെയാണ് എന്ന കാര്യം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നത് മാത്രമാണ്. അതോടൊപ്പമാണ് മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് താൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് എന്നൊരു വിവരം മാത്രമാണ് മാതാപിതാക്കളുമായി ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം രാവിലെ മേഘ പങ്കുവച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ റെയിൽവേ ട്രാക്കിലൂടെ പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം മേഘ താമസിക്കുന്ന സ്ഥലവും റെയിൽവേ ട്രാക്കുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു യാത്രയുടെ ഒരു കാര്യവുമില്ല എന്ന് മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട്. അവിടെയാണ് അവർ ദുരൂഹതയുണ്ട് എന്ന കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും പേട്ട പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. ആത്മഹത്യയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ IBയിലെ തന്നെ ഉദ്യോഗസ്ഥനായ യുവാവ് കാരണക്കാരനായി മാറിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ പിന്നാലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. IBയുടെ ആഭ്യന്തര അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുകയാണ്. പീഡനം ആത്മഹത്യ കാരണമായോ എന്തടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഡാൻ, ഈ കൊച്ചിയിലുള്ള IB ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണല്ലോ ഈ ആരോപണ വിധേയനായിട്ടുള്ളത്. ആ യുവാവിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? അതിന് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തേണ്ട
സാഹചര്യം ഇവിടെയുണ്ട്. പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് ഡാൻ? ആ നീക്കങ്ങളൊക്കെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. കാരണം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെതിരെയും അങ്ങനെ നടപടിയെടുക്കാൻ നിയമപരമായി കഴിയില്ല. അതിനേതെങ്കിലും തരത്തിൽ പ്രേരണയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ കുറ്റമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയായിരിക്കും നിയമപരമായ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. അവിടെയാണ് ഇപ്പോൾ IB ആഭ്യന്തരമായി നടത്തുന്ന അന്വേഷണവും അതോടൊപ്പം പോലീസ് നടത്തുന്ന അന്വേഷണവും നിർണായകമായി മാറുക. എന്തായാലും ഇതിൽ കോൾ ഡേറ്റ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതോടൊപ്പം ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഉടമയെ മേഘയുടെ കാമുകൻ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ, അതായത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് മേഘയെന്ന് പറഞ്ഞ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് പോലീസും ഉറപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഈ നീക്കത്തിൽ നിന്ന് മേഘയെ പിൻവലിപ്പിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ശ്രമം യുവാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ആത്മഹത്യ ചെയ്യണം, ജീവനെടുക്കണം എന്ന കൃത്യമായൊരു പ്ലാനോടെ തന്നെയാണ് മേഘ ഏറെ ദൂരം നടന്ന് ഈ ചാക്കയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് പൂർണ്ണമായി അങ്ങ് ഉറപ്പിക്കുകയാണ് നിലവിലെ അന്വേഷണത്തിൽ. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥ മേഘ എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഇതുപോലുള്ള സംഭവങ്ങൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ഒരു തിരിച്ചറിവാണ് വേണ്ടത്. കാരണം ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ് കോട്ടയത്ത് ഷൈനി എന്ന യുവതി വീട്ടമ്മ 2 പെൺകുട്ടികളുമായി ജീവനൊടുക്കിയ സംഭവം. ആലപ്പുഴയിൽ സമാനമായ രീതിയിൽ ഒരു അമ്മയും മകളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ പ്രണയനൈരാശ്യമാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാകാം. പക്ഷെ ഇതൊന്നും ഈ ആത്മഹത്യക്ക് ഇത് പരിഹാരമല്ല. അത് തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. തന്നെ നമ്മളെ ചതിക്കുന്നവർക്ക് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.